അസ്സലാമലൈക്കും. വാലൈക്കും സലാം. അല്ല, ഷെമീനത്താത്തയെ ഒന്ന് കാണാൻ പറ്റുമോ? ഞാൻ മലപ്പുറം കോട്ടക്കൽ നിന്ന് വരികയാണ്. ഷെമീനത്താത്തയെ കാണാനും വേണ്ടിയിട്ട് വന്നതാണ്. കാണാൻ പറ്റുമോ? This is Shamina, Vice President, Mangalpadi Grama Panchayat. Yes, Faisal, I can just explain to you regarding Mangalpadi Grama Panchayat. Okay. It belongs under Manjeshwar Block Panchayat. It comes under Manjeshwar Block Panchayat. And this is one of the biggest Mangalpadi Panchayats. And it is developing, I can say to you. We have got English mediums, industries, also schools, hospitals, and a Taluk hospital just nearby. And this is the heart of Uppada. ഓക്കെ, ഗ്രേറ്റ്. ഇതിനൊരു സന്തോഷം. പിന്നെ ഇവരെ ഒന്ന് പരിചയപ്പെടുത്തണം. എനിക്കൊന്ന് കേരളത്തിൽ ഇതേപോലെ ഒരു നേരത്തെ ഐ തിങ്ക് യു വർ ദ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, വൺ ഓഫ് ദ ബെസ്റ്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ്, ബിക്കോസ് യു ഗോട്ട് സച്ച് ആൻ അവാർഡ് ബിക്കോസ് യു സ്പെൻഡ്. Yeah, we have done 100% expenditure. 100% എക്സ്പെൻഡിച്ചർ ഉണ്ട്. അതുകൊണ്ട് പറ്റും. അതേപോലെ തന്നെ നോ വൈസ് പ്രസിഡന്റ് ഓഫ് മംഗൾപാടി. പിന്നെ I think one of the another remarkable thing during the time of election that you were elected without an opponent. Without any opponent. Right? This is in history of Kasaragod. കാസർഗോഡ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് എതിരാളി ഇല്ല തെരഞ്ഞെടുത്ത്. Which party? IUML. Indian Union Muslim League. മുസ്ലിം ലീഗിലെ കരുത്തുറ്റ ഒരു മെമ്പറാണ്. നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു, ഇപ്പോൾ വൈസ് പ്രസിഡന്റ് ആണ്. പുറത്തേക്ക് വരുമോ? വരും. മലപ്പുറം ഭയങ്കര നല്ല സൂപ്പർ സ്ഥലമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ പ്രേക്ഷകരുള്ള ഒരുപാട് പ്രേക്ഷകരുണ്ട്. കണ്ണൂർ, കാസർഗോഡ് എനിക്ക് വ്യൂവേഴ്സ് ഒരുപാടുണ്ട്. ഇവിടെ ഒരുപാടുണ്ട്. മലപ്പുറത്ത് വരുമോ? ഇൻഷാല്ലാ. നല്ല സ്ഥലം കേട്ടോ, അടിപൊളിയാണ്. ഇനിയിപ്പോ വീഡിയോ ഇറങ്ങുന്നതോട് കൂടി നിങ്ങൾ ഭയങ്കര ഫേമസ് ആവും. ഞങ്ങള് മംഗൾപാടി ഞങ്ങള് മലപ്പുറത്തുകാരിയാക്കി മാറ്റും ഈ ഒരു വീഡിയോയിലൂടെ. Now your life is dedicated to the people of Mangalpadi. Yes, sure. Right? Fully. Not partially. Fully. I love people. പൂർണ്ണമായിട്ടും മംഗൾപാടി പഞ്ചായത്തിന്. I love people, Faisal, and people love me so much. Okay, great. Really, I'm loved by all. So what will be your future plan? You are introducing for Mangalpadi Panchayat and next, Yes, just like you have the former experience in Sure, Manjeshwaram sure. Block Panchayat. We have got Is there any ample special knowledge. plan? Yes, we want to do something creative here. We want to do it. As funds were not available, something like that. But now it is our government. Okay. We are ruling it. UDF government വന്നു. UDF. And we are from the beginning to the end, one and the same, one or two. It's nothing, a small figure I can say. രാഷ്ട്രീയ സംസാരിക്കുന്നതല്ല, പക്ഷേ we have won. We have done an untimely work. Also, SIR had come just to topple us, but we did not leave any ends. That I can say. Okay. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടി ഇനി എല്ലാം ചെയ്യും, മാക്സിമം ചെയ്യും. Definitely. 10 ഭാഷ സംസാരിക്കും. Yes, English, Hindi, Kannada, Urdu, Malayalam. I think so I cannot include it. Okay. Tulu, Bihari Bhasha, 7. Then Bombay, Marathi, because I'd been for some time in Bombay. And 2-3 Tamil. കാണാന് ഷാവുലും ഉണ്ട്, ഷാജി മാഷും ഉണ്ട്. എന്താണ് ഭയങ്കര അത്ഭുതമായി ഇത്രയും ഫ്ലുവൻ്റ് ആയിട്ട് ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കാൻ കണ്ടിട്ട്. അത് നമ്മുടെ മുസ്ലിം ലീഗിൻ്റെ ഒരു വൈസ് പ്രസിഡന്റ് പഞ്ചായത്തിൻ്റെ, വളരെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അത്ര ഈ ഒരു പ്രായത്തിലും വളരെ എനർജറ്റിക് ആയിട്ട് ഇവർ ഇങ്ങനത്തെ മെമ്പർമാർ, പ്രസിഡന്റുമാരൊക്കെയാണ് നാടിന് വേണ്ടത്. ബാക്കി മലയാളികളാണ് വരാനുള്ളത്. മലയാളം, നിങ്ങൾ മലയാളം കൂടുതൽ പറയുക, അവർ ഇംഗ്ലീഷ് പഠിപ്പിക്കുക. എങ്ങനെയായിരിക്കും സംഭവങ്ങൾ? എന്താ സംഭവിക്കുക? I will talk to them in English. They will talk to me in Malayalam. The very next day talk to me in English and I talk them to Malayalam. I will speak to them in Malayalam. ഓക്കെ. പിന്നെ പേര് അബ്ദുറഹ്മാൻ. ഗോൾഡൻ അബ്ദുറഹ്മാൻ. എന്തായി ഗോൾഡൻ? ഗോൾഡൻ എൻ്റെ ഫാമിലി നെയിമാണ്. ജ്വല്ലറി ബിസിനസ് ഉണ്ടോ? പണ്ട് കാലം ഉണ്ടായിരുന്നു അല്ലേ? സന്തോഷം, നിങ്ങളെ കണ്ടിൽ സന്തോഷം. അപ്പോൾ ഞാൻ 2010 ആദ്യമായി മത്സരിക്കുന്നത്. 21ാമത്തെ വയസ്സ് കോളേജിൽ ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്ത്. കേരളത്തിലെ അന്നത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ. ഞാൻ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന സമയത്താണ് 20-25 കാലയളവിലാണ് അവർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി. 2024-25 സാമ്പത്തിക വർഷത്തിൽ മുഴുവൻ പദ്ധതി പൂർത്തീകരിക്കുന്ന റെസ്പോൺസ് ചെയ്യുന്ന ഒരു പഞ്ചായത്താണ് ബ്ലോക്ക് പഞ്ചായത്ത്. അന്ന് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ കേരളത്തിലെ 6ാമത്തെ
ബ്ലോക്ക് പഞ്ചായത്ത്. ബ്ലോക്ക് പഞ്ചായത്ത്. ഷീ ഈസ് വെരി ഏബിൾ. പക്ഷെ നിങ്ങൾ കണ്ടതിൽ സന്തോഷം. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പ്രായമായിട്ടില്ല. അപ്പോൾ നിങ്ങളെയും നമുക്ക് പിന്നെ കാണാനും സംസാരിക്കാൻ സന്തോഷം. ഒരുപാട് വീടുകൾ നിങ്ങൾ നൽകിയിട്ടുണ്ട്. കാരണം ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയാണ് ഏറ്റവും വലിയ ലക്ഷ്യം. പാവപ്പെട്ടവന് വീട് നിർമ്മിച്ചു നൽകുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ സംഭവമാണ്. കുടിലുണ്ടാക്കി കൊടുക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് അത് സാധിക്കുന്നുണ്ട്. തീർച്ചയായും അത് തുടർന്ന് പോവുക. എല്ലാവിധ സപ്പോർട്ട് ഉണ്ടാവും.